കണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഈ വൈകുന്ന കാലമില്ലേ, ജീവിതത്തിൽ വൈകുന്ന, അച്ഛൻ നേരത്തെ പറഞ്ഞത് എന്താണ്? വൈകിയാണ് ഈശോയത്ര എന്ന്. ഇതുപോലെ തന്നെ വൈകുന്ന സമയം ജീവിതത്തിൽ വൈകുമ്പോൾ, ഇപ്പം അപ്പോസ്തലന്മാർ തന്നെ ഈശോ അടുത്ത് വന്ന എപ്പോഴാണ്? നേരം വൈകണം എന്നാണ് പറഞ്ഞത്. നേരം വൈകുമ്പോൾ വരാൻ പറ്റിയ ഒരാളാണ് കർത്താവ്. ഇത് മനോഹരമാണ് സുവിശേഷം അല്ലേ? ജീവിതത്തിൽ നേരം വൈകുമ്പോഴേ ഓടിയെത്താൻ പറ്റിയ ഒരാളാണ് ഈശോ. 6:35 അത് മനോഹരമാണ്. മർക്കോസിൻ്റെ അപ്പോസ്തലന്മാരെ അവൻ്റെ അടുത്ത് വന്നു. എന്തിനാ വന്നതിനൊരു കാരണം എന്താ പറയണത്? കർത്താവേ നേരം വൈകുന്നു. 6:35 കർത്താവേ നേരം വൈകുന്നു. നമുക്കൊരാളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നേരം വൈകിയ പറയാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരം വൈകിയ വേറെ ഒരു സമയവും ഉണ്ട്. ഇതുപോലെ കർത്താവെ നേരം വൈകുന്നു, ഞങ്ങളോടൊത്ത് താമസിക്കുക. ഈ നമ്മുടെ ഈ മർക്കോസിൻ്റെ സുവിശേഷം 6 6 ഈ 30 തൊട്ടുള്ള വചനങ്ങളും എമ്മാമോസിലേക്ക് പോലുള്ള വചനങ്ങളില്ലേ, അതെല്ലാം ഏറെക്കുറെ ഭയങ്കര സമാന്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും. കാര്യം ഞാൻ അതിൻ്റെ അകത്ത് വാക്കുകളെല്ലാം ശ്രദ്ധിക്കും. ഭയങ്കര രസകരമായ ജീവിതാവസ്ഥകളാണ്. രണ്ട് സെയിം ആശരിക്കും. ഇവിടെ എന്താ പറയണത്? 24-29 ഈ ലൂക്കായുടെ സുവിശേഷത്തിലെ എന്താ പറയണത്? ഇപ്പോൾ 6:35 സമാന്തരമാണ്. മർക്കോസിൻ്റെ 6:35 സമാന്തരം കണ്ടില്ലേ? നോക്കിയേ, അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു. നേരം വൈകുമ്പോഴേ നിർബന്ധം ഉണ്ടാകണം കർത്താവിൻ്റെ അടുത്ത്. നിർബന്ധം എന്ന് പറഞ്ഞാലേ ആധ്യാത്മിക ശാസ്ത്രത്തിൽ അതിൻ്റെ അർത്ഥം എന്താ? ശരണമെന്നാ. പ്രത്യാശ, നമ്മൾ പറയുന്ന പ്രത്യാശയേക്കാൾ വലുതാണ് പ്രത്യാശ. ഹോപ്പാണ്. ശരണം ട്രസ്റ്റാണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ അതർ ഓപ്ഷൻ എന്നതിൻ്റെ അർത്ഥം. ഇനി വേറെ ആളില്ല, ആളുണ്ടെന്ന് പറഞ്ഞാലും വേണ്ട, നീ മാത്രം, നീ മാത്രം. നിൻ്റെ കാൽക്കൽ വീട് മരിച്ചാലും പറ്റില്ല, കുഴപ്പമില്ല, നീ മാത്രം. അതാണ് ശരണമെന്ന് പറയണത്. കർത്താവ് അവരത് നിർബന്ധിച്ച വാക്ക് കണ്ടില്ലേ? എന്ത് മനോഹരമാണ് ആ വാക്ക്. 24-29 അവർ കർത്താവിനെ നിർബന്ധിച്ചു. എന്താ നിർബന്ധിക്കാൻ കാരണം? കർത്താവെ ഞങ്ങളോടൊത്ത് താമസിക്കുക. എന്താണ്? നേരം വൈകുന്നു. ദൈവപൈതലേ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഇരുട്ട് കയറുമ്പോഴേ, എല്ലാം വൈകി പോകുമ്പോൾ നമുക്ക് നിർബന്ധിക്കാൻ ഒരാളുണ്ട്. അവൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് യേശു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തോടെ സ്തുതിക്കട്ടെ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശുവേ, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നേരം വൈകിയ സമയത്താണ് കർത്താവ് അപ്പം കയ്യിലെടുത്തത്. ദൈവപൈതലെ, നിനക്ക് വേണ്ടി വീതിച്ച് തരാനുള്ള അപ്പം നേരം വൈകുമ്പോൾ കയ്യിലെടുത്ത് ആശീർവദിക്കാൻ നിനക്കൊരാളുണ്ട്. അതാണ് 6:41 മർക്കോസിൻ്റെ സുവിശേഷം. നേരം വൈകിയപ്പോഴേ അവൻ 5 അപ്പം കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തിയെന്ന് 6:41. ദൈവത്തിലെ 5 അപ്പമായാലും 1 അപ്പമായാലും 10,000 പേരുണ്ടെങ്കിലും തീറ്റിപ്പറ്റാൻ കഴിവുള്ളവനാണ് കയ്യിൽ അപ്പം എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കണം. നിനക്ക് ആശീർവദിച്ച് നിനക്ക് നൽകാൻ വേണ്ടി ആ പ്രത്യാശ നിനക്കുണ്ടാവണം. പ്രത്യേകിച്ച് നേരം വൈകുമ്പോൾ നിനക്ക് വേണ്ടി അപ്പം മുറിക്കാനും സ്വർഗത്തിലേക്ക് നോക്കാനും കണ്ണുകൾ ഉയർത്താനും ആശീർവദിക്കാനും ഭാഗിച്ച് വീതിച്ച് വിളമ്പി നിന്നെ തീറ്റിപ്പോറ്റാൻ കർത്താവേ നീ എന്നും എനിക്ക് നിത്യ ഇടയനാണ്. സ്വർഗ്ഗ ഹല്ലേലൂയ. അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാർദ്ര മനസ്സുള്ള യേശുനാഥ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ നോക്കി. ആ നേരം വൈകിയ സമയത്ത് അവിടെയും എഴുതിയിട്ടുണ്ട് അവൻ അപ്പം കയ്യിലെടുത്തെന്ന്. നേരം വൈകുമ്പോൾ നമുക്ക് വേണ്ടി അപ്പം കയ്യിലെടുക്കും. ആരാണ്? അപ്പമായവൻ. എമ്മാവുസ് 24:30 നേരം വൈകിയപ്പോൾ അവൻ അവരുടെ കൂടെ രാപ്പാർത്തു. അപ്പോൾ അവൻ അപ്പം കയ്യിലെടുത്തു വന്ന്. അപ്പം കയ്യിലെടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ചെന്ന്. അതാണ് 24:30 നമ്മൾ വായിക്കുന്നത്. നേരം വൈകുമ്പോൾ അപ്പം കയ്യിലെടുക്കുന്നത് ആദിമസഭയുടെ അനുഭവ സമ്പത്താണ്. പരിശുദ്ധ കുർബാന നേരം വൈകുമ്പോൾ എൻ്റെ ദൈവപൈതലെ, ശ്രദ്ധിക്കണേ ദൈവപൈതലെ, ഇന്ന് നമ്മൾ വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. കാര്യം അപ്പം മുറിക്കാൻ നമുക്ക് അവസരമില്ലാതെ പോവുകയാണ്. നമ്മുടെ നേരങ്ങൾ വൈകിയ സമയത്ത് അപ്പം മുറിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു കാലമാണിത്. ഇത് നിങ്ങൾ കേൾക്കണം. അതുകൊണ്ടാണ് ഓൺലൈനിലാണെങ്കിൽ എൻ്റെ മക്കൾ കുർബാന കൂടണമെന്ന് പറയാൻ കാരണം അതാണ്. എന്താണ്? നേരം വൈകുമ്പോൾ അവൻ ചെയ്യണ കാര്യം എന്ത്? ജീവിതത്തിൽ രോഗം വരുമ്പോൾ നമ്മുടെ നേരം വൈകുകയാണ്, ഇരുട്ട് കയറുകയാണ്. ഒരു വിവാഹം നടക്കാതെ വരുമ്പോൾ ആ ജീവിതത്തിലേക്ക് ഇരുട്ട് കയറുകയാണ്, നേരം വൈകുകയാണ്. ഒരു രോഗം സുഖപ്പെടാതിരിക്കുമ്പോൾ ആ ജീവിതത്തിലേക്ക് ഇരുട്ട് കയറുകയാണ്, നേരം വൈകുകയാണ്. അപ്പോഴെല്ലാം ചെയ്യേണ്ട ആദ്യ നടപടി എന്താണ്? അപ്പം കയ്യിലെടുക്കുന്നവൻ്റെ മേൽ ആശ്രയിച്ച് അപ്പം വാങ്ങിക്കുകയാണ്. കർത്താവേ, പ്രാർത്ഥിക്കുക. കർത്താവേ, എത്രയും വേഗം കൊറോണ അവസാനിച്ചുകൊണ്ട് അങ്ങനെ അൾത്താരയിലെ ഓടി അണിഞ്ഞുകൊണ്ട് ഈ ആശ്രയിച്ച അപ്പം നിന്റെ ശരീരം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിനും അതിജീവിക്കുവാൻ സഭയെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ഒരുമിച്ച് പാടുക എല്ലാവരും. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പ്രൈസ് ലോർഡ്. എൻ്റെ മക്കളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണ ഒരു സമയമാണിതെന്ന് കൂടി എൻ്റെ സഹോദരങ്ങൾ തിരിച്ചറിയണം. എന്താണെന്നറിയാവോ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ നമ്മൾ കേട്ടവർക്കും മർക്കോസിൻ്റെ സുവിശേഷമില്ലേ? ആ മർക്കോസിൻ്റെ സുവിശേഷം 6:48 നമ്മൾ വായിച്ചപ്പോൾ അതിൽ വളരെ ഹൃദ്യമായൊരു വരി കൂടിയുണ്ട്. എന്താണെന്നറിയാവോ? രാത്രിയുടെ 4-ാം യാമത്തിൽ അപ്പോസ്തലന്മാർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന്
മനസ്സിലായപ്പോൾ അവൻ അവരുടെ അടുക്കിലേക്ക് വന്നുവെന്നാണ്. അപ്പം ദിവ്യകൃപാന അർപ്പിക്കപ്പെടാത്ത അവസ്ഥയാണെങ്കിലും ആത്മാവിൽ കർത്താവ് നിൻ്റെ വീട്ടിലോട്ട് വരും. കാര്യം നമ്മുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട്. അതായത് അതാണ് 6:48. അതായത് രാത്രിയുടെ 4 യാമത്തിൽ അവർ വഞ്ചി തുഴഞ്ഞ അവശരായെന്ന് അവന് മനസ്സിലായി. കാരണം എന്താണ്? കാറ്റ് എതിരെയായിരുന്നെന്ന്. കാറ്റ് എതിരെ, അത് നിസ്സാര കാര്യമല്ല. കാറ്റ് എതിരെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കും. എല്ലാ കാര്യവും നമുക്കെതിരായി വരും. പണ്ട് യാക്കോബ് പറഞ്ഞില്ലേ, എല്ലാം എനിക്ക് എതിരാണല്ലോ എന്ന്. അങ്ങനെയല്ലേ അവൻ ഒളിച്ചോടി ഏശാവിലേക്ക് ഒന്ന് പോയത്, എല്ലാം എനിക്കെതിരായി വരണമെന്ന്. അതുപോലെ കാറ്റ് അവർക്ക് എതിരായിരുന്നെന്ന്. കാര്യം എന്താണ്? ബെത്സയിദയിലോട്ടാണ് ഇവർ പോണത്, കിഴക്കോട്ടാണ് പോണത്. പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് പോവുകയാണ്. അപ്പോൾ കിഴക്കുനിന്ന് കാറ്റ് പടിഞ്ഞോട്ടടിക്കുകയാണ്. ഇതിൻ്റെ രസകരമായൊരു വിഷയം എന്ന് പറയണതേ, ഇപ്പോഴേ കിഴക്കുനിന്ന് കാറ്റ് എതിരായി കഴിഞ്ഞാൽ ഇത് കൂടി എതിരാകുമെന്നറിയാവോ? കാറ്റെതിരായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒഴുക്കും എതിരാകും. കാര്യം ഈ വാട്ടർ ഫ്ലോ ഇല്ലേ, സർഫസ് വാട്ടറിൻ്റെ ഫ്ലോ, അത് എലോങ് വിത്ത് ദ വിൻഡാണ്. സർഫസ് അതായത് സമുദ്രത്തിന് മേൽവെള്ളമില്ലേ, സമുദ്രത്തിന് മേൽവെള്ളം ഒഴുകണത് കാറ്റ് എങ്ങോട്ടൊഴുകുന്നു അതിൻ്റെ കൂടെയാണ് ഒഴുകണത്. ബൈബിളിൽ അത് ഇല്ല, പക്ഷെ അത് മനസ്സിലാകും നമുക്ക് പഠിക്കുമ്പോഴേ. അതായത് കാറ്റെതിരാണെങ്കിൽ ഒഴുക്കും എതിരാ. അതുകൊണ്ടാണ് ഈ 8 മണിക്കൂറൊക്കെ എടുക്കണതേ. തന്നെയല്ല, ഇത് നമ്മൾ ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്, തെക്ക് വശത്ത് വടക്ക് വശത്ത്. അങ്ങനെ വരുമ്പോഴെന്താ പറയുക, 2 വിഷയമുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് കാറ്റും ഒഴുക്കും എതിരാകുകയും ഭൂമി കിഴക്കുനിന്ന് പടിഞ്ഞോട്ട് കറങ്ങുകയാണ് ചെയ്യണത്, അല്ലേ? ഭൂമി കിഴക്കുനിന്ന് പടിഞ്ഞോട്ടല്ലേ കറങ്ങണത്. ഒഴുക്കെങ്ങോട്ടാണ് വരണത്? കിഴക്കുനിന്ന് പടിഞ്ഞോട്ട് വരുന്നത്. ഇത് ഭൂമി പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് കറങ്ങണത്. ഒഴുക്കും കാറ്റും വരണത് കിഴക്കുനിന്ന് പടിഞ്ഞോട്ട്. എന്താ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ്? ചുഴികളുണ്ടാകും. നെറ്റിൻ്റെ ഇഫക്റ്റ് എന്താ? ചുഴികളുണ്ടാകും. അപ്പോൾ ഈ വള്ളം വട്ടം കറങ്ങുമെന്ന് ഉറപ്പാണ്. ഇത് വെറുതെ അല്ലേ ഇവർ പരീക്ഷണമായത്? നമ്മുടെ ജീവിതം പോലെ തന്നെ ഇത്. കാര്യം കാറ്റുമെതിരെ, ഒഴുക്കിനുമെതിരെ, പിന്നെ ചുഴികളും. ഈ സമയത്താണ് അവർ തണ്ട് വലിച്ച് പരവശമാകണത്. അതുകൊണ്ടാണ് ഈശോ അടുത്തേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്താ ഇങ്ങനെ വിശദീകരിക്കണമെന്ന്. ഞാൻ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഒരു വീട്, ആ വീട്ടിൽ ഒരു ആൺമകൻ അല്ലെങ്കിൽ 3 പെൺമക്കൾ. ഈ 3 പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവനെ കെട്ടാൻ പെണ്ണുണ്ടാകത്തില്ല. കാര്യം എന്താണ്? എത്രയോ വീടുകളിലാണ് ആൺപിള്ളേർക്ക് പെണ്ണ് കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്നത് ശരിക്കും. കാര്യം ഇവരെല്ലാം പറഞ്ഞു വരണ്ടേ. ഇവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രസവവും കുഞ്ഞുങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കി കഴിയുമ്പോൾ കുടുംബം ചൊള്ളായിപ്പോവും, ഒന്നുമില്ല പിന്നെ. അത് കാരണം വേറെ പെണ്ണുങ്ങളാരും കല്യാണം കഴിക്കാൻ തീരുമാനിക്കത്തില്ല. അവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കും, എന്തിനാ കെട്ടിയിട്ട് എന്തിനാ കാണിക്കാമെന്ന് ചോദിക്കും. ഇങ്ങനെ വളരെ നിസ്സഹായമായിട്ട് നിൽക്കുന്ന കാറ്റുമെതിരാണ്, ഒഴുക്കുമെതിരാണ്, തണ്ട് പരിശീലനം കിടന്ന് അടുക്കളയിൽ കിടന്ന് കളിക്കുന്ന കുടുംബങ്ങൾ എന്തുമാത്രമുണ്ട് മക്കളെ. അവരൊക്കെ കേൾക്കാനാണ് ഞാൻ ഈ പറയണത് കേട്ടോ. അല്ലാതെ കടലിലെ കഥയല്ല ഇത്, നമ്മുടെ കുടുംബത്തിലെ കഥയാണിത്. അതായത് കാറ്റുമെതിരാകുന്നു, ഒഴുക്കുമെതിരാകുന്നു. സ്വാഭാവികമായിട്ട് ഭൂമി പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് കറങ്ങുന്നു, കാറ്റ് കിഴക്കുനിന്ന് പടിഞ്ഞോട്ട് വരികയും ചുഴിയിൽ പെടുകയും ചെയ്യും. ചുഴികളുണ്ടാകുന്നു. നമ്മുടെ കുടുംബം അതിൽ കിടന്ന് വട്ടം തിരിയണത് പോലെ. ചില ആൾക്കാർ പറഞ്ഞ അച്ഛാ വട്ടം തിരിയണമെന്ന് പറയുന്നത് അതാണ് സാധനം. ഈ വട്ടം തിരികണ സമയം എന്താണെന്നറിയാവോ? അവർ തണ്ട് വലിച്ച് അവശരാണെന്ന് മനസ്സിലാക്കിയപ്പോഴേ അവൻ കടലിൻ്റെ മീതെ നടന്നായാലും അവിടെ അടുത്തെത്തും. അതാണ് വിശ്വാസം. എൻ്റെ ദൈവത്തിലെ പ്രായോഗികമായിട്ടും സ്വാഭാവികമായിട്ടും പ്രകൃതിപരമായിട്ടും നീ ഒരു ചുഴിപ്പെട്ടിരിക്കണമെങ്കിൽ പോലും നിനക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. കാര്യം നിൻ്റെ കർത്താവ് നിൻ്റെ തുഴച്ചിലും അരച്ചിലും അറിഞ്ഞുകൊണ്ട് നിൻ്റെ അടുത്തേക്ക് വരുന്ന, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തുന്ന കർത്താവാണ്. അവരെ പ്രതീക്ഷിച്ചുകൊണ്ട്, അവരെ കാത്തുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, അവരെ പ്രത്യാശിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ തരണം ചെയ്യും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും.
സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉദരത്തിൽ വേദനയുള്ള മക്കളെ ഉദരത്തിൽ കൈവെക്കുക. എന്തിനാണെന്നറിയാവോ? അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഉദരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം അപ്സെറ്റായി പോകും. ഇപ്പം മൂത്രം പോകാത്ത ആൾക്കാരില്ലേ, മലം പോകാത്തവരുണ്ട്. അവർക്ക് അനുഭവിക്കുന്ന ശ്വാസം മുട്ടലെന്ന് പറയണതേ തീർന്ന അവരുടെ ജീവിതം. വല്ലപാടും ചത്താൽ മതിയെന്ന് വരെ വീട്ടിലും ആശുപത്രിയും കിടന്ന് വേദനിക്കുന്നവരുണ്ട്. അവരെയാണ് ഉദ്ദേശിച്ചാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മക്കൾ ദയവായിട്ട് ഉദരത്തിൽ കൈവെക്ക്, ഉദരത്തെ വേദനയോടെ കൈവെക്ക്. എന്നിട്ട് പറ, കർത്താവ് ഈ കൈ എൻ്റെ കൈയല്ല നിൻ്റെ കൈയായിട്ടാണ് ഞാൻ വെക്കണമെന്ന് പറ എന്ന് പറഞ്ഞ, കർത്താവേ എന്റെ ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ. ഞാൻ വെച്ചിരിക്കുന്ന കൈ എന്റെ കൈയല്ല, വിശ്വാസത്താൽ നിന്റെ കൈയാണ്. കാറ്റിനെ ശാസിച്ച കൈ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കൈ, ഉയർപ്പിച്ച കൈ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ ഉദര രോഗങ്ങളെ യേശുവിന്റെ നാമത്തിലെ ഉദര രോഗങ്ങളെ ഈ നിമിഷം യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, കിടപ്പ് രോഗികൾ ഓർത്ത് പ്രാർത്ഥിക്കണേ. ഇപ്പോഴ് നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ട് പ്രത്യേകം ഓർക്കുക. മലമൂത്രങ്ങളെല്ലാം കിടപ്പിലായി പോയ ആൾക്കാരില്ലേ, അപ്പം ചില ആൾക്കാർ വല്ലപാട് ഇയാളൊന്ന് ചത്താൽ മതി എന്ന് പോലും വീട്ടിലുള്ളവർ സ്നേഹമില്ലാത്തൊരു പറയണ ഒരു സമയമുണ്ട്. കിടപ്പ് രോഗം ഭയങ്കര സങ്കടകരമായ ഒരവസ്ഥയാണ്. അതിൻ്റെ മാനസികാവസ്ഥ അതിനേക്കാൾ ഭയങ്കരമാണ്. നമ്മൾ നിസ്സഹായരായി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് നമ്മൾ ജീവിക്കണമല്ല കർത്താവേ, എന്നെ അങ്ങോട്ട് എടുത്തുവെന്ന് പോലും ചിന്തിച്ചു പോകുന്ന നിസ്സഹായ അവസ്ഥകളില്ലേ. എത്ര കിടപ്പ് രോഗികളെയാണ് കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുന്നത് ഓരോ ദിവസവും. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ, നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പോയി ഈ മൊബൈലും പിടിച്ചുകൊണ്ട് പോയി നിങ്ങൾ അപ്പൻ്റെയോ അമ്മയുടെയോ അമ്മമ്മയോ ആരാണ് കിടപ്പ് രോഗികൾ അവരുടെ ശരീരത്തിൽ നിങ്ങൾ കൈവെക്കണം. ഇപ്പോഴേ ഇത് കൃപാസനത്തിൽ നിന്ന് ആരാധന നടത്തുമ്പോൾ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണ സ്വർഗീയ നിമിഷമാണെന്ന് ഓർത്ത് വേണം കൈവെക്കാൻ. അത് നിങ്ങൾ കുഞ്ഞുങ്ങളായാലും ശരി, രോഗികൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളെപ്പോൾ അവരെ സ്പർശിക്കണം. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ വിശ്വാസപ്രവണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. യേശുനാമത്തിൽ പ്രാർത്ഥിക്കണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കിടപ്പ് രോഗികൾ കർത്താവേ, ഈശോ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത കുറേ രോഗികൾ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. ഓ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ഉയർത്തുന്നേറ്റ വലതുകരം, ആണിപ്രതാർന്ന അത്ഭുത കരത്തെ കർത്താവ്, അടിപ്പിണർ പോലെ കർത്താവ്, കിടപ്പ് രോഗികളുടെ മേലെ കർത്താവിന്റെ സത്യം കണ്ട അമ്മ പരിശുദ്ധമ്മ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലെ മാരക രോഗങ്ങള് യേശു നാമത്തിൽ അത്ഭുതകരമായി മാറട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിദേശത്തും സ്വദേശത്തും ചികിത്സയിൽ കഴിയുന്ന കുറേ രോഗികളുണ്ട്. ഞാനിതെല്ലാം പറയാൻ കാരണം എന്താണെന്ന് അറിയാവോ? കൃപാസനത്തിൻ്റെ ഓൺലൈൻ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ കണ്ണീരെല്ലാം കാണാൻ പറ്റും. എപ്പോഴും നിങ്ങൾ വിചാരിക്കരുത്, കൃപാസനത്തേക്ക് വിടുന്ന ഓരോ കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. തന്നെയല്ല, വണക്കമാസത്തിൻ്റെ സമയത്ത് ഇങ്ങനെ 5 ദിവസത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സമർപ്പിക്കുകയുണ്ട്. ചില പേര് വിളിച്ച് പറയത്തില്ല. കാര്യം 1000, 2000, 3000 ഒക്കെയാണ് പ്രാർത്ഥനാ സഹായം വരണത്, അപ്പോൾ അപേക്ഷ വരണത്. പക്ഷെ അതുകൊണ്ട് അവരെല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കും.
കാരണം 30 വർഷത്തെ പ്രേക്ഷിത ചൈതന്യവും മിഷൻ പ്രവർത്തനവും മാധ്യസ്ഥ പ്രാർത്ഥനയും കോടികളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആധ്യാത്മിക ആസ്തിയിലേക്കാണ് നിങ്ങൾ ആശ്രയിക്കണമെന്ന് ഓർക്കണം. അവിടെയാണ് നമ്മൾ പരിശുദ്ധമായി പ്രത്യക്ഷപ്പെട്ട് ഈ ആരാധന നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണത്. നമുക്കിപ്പോൾ രോഗികൾക്ക് വേണ്ടി ഈ രാജ്യത്തുള്ളതും അന്യ രാജ്യത്തുള്ള രോഗികളും നമ്മുടെ ബന്ധുക്കൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. അവരെല്ലാം ഈ നിമിഷം കർത്താവ് തൊടുവ്. എൻ്റെ മക്കൾ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊന്ന് മുട്ടേ നിൽക്കാവോ? ഇപ്പോഴും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഏത് കോണ്ടിനെൻറ്റിലായാലും ശരി, ഏത് ഭൂഖണ്ഡങ്ങളിലാണെങ്കിലും ശരി, നിൻ്റെ ജീവിത പങ്കാളിയായും നിൻ്റെ ബന്ധുക്കളായാലും നിൻ്റെ ഈ നിമിഷം കർത്താവ് സ്പർശിക്കും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, എൻ്റെ സ്വദേശത്തും എൻ്റെ വീട്ടിലും അന്യ ദേശങ്ങളിലും രോഗികളായി അറിയാവുന്ന വ്യക്തികളെ എൻ്റെ പ്രാർത്ഥനയിലെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി കടന്നു ചെല്ലട്ടെ. മാറിയ രോഗങ്ങള്, മരുന്ന് കയറാത്ത അവസ്ഥകള്, മരുന്ന് ഭരിക്കാത്ത അവസ്ഥകള് യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഉടമ്പടി ധ്യാനം നടന്നില്ലേ? അപ്പോഴ് ഓൺലൈനായിട്ട് ആൾക്കാർ മധ്യസ്ഥ പ്രാർത്ഥന അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരം മുറി പോയിരുന്നുണ്ട്. ഓൺലൈനിലേക്ക് വന്ന മധ്യസ്ഥ പ്രാർത്ഥനയെല്ലാം നോക്കിയപ്പോൾ ഒരു പ്രാർത്ഥന കിടക്കുന്നത്, 30 വയസ്സായ എൻ്റെ മകൻ്റെ വിവാഹം താമസിച്ചു പോകുന്നു അമ്മേ, അവനൊരു ജീവിത പങ്കാളിയെ കൊടുക്കണമേ എന്നാണ് ആ അമ്മച്ചി പ്രാർത്ഥിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം എന്താണെന്ന് അറിയാവോ? 32, 33, 36 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ വിവാഹ ജീവിത പങ്കാളിയെ കിട്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത്, അമ്മയുടെ വിഷയം തന്നെ ഇത്രയും വലിയ വേദനയാണെങ്കിൽ അവരുടെ വേദന അതിനേക്കാൾ എത്രയോ വലിയ വേദനയായിരിക്കും. പക്ഷേ എന്ത് വേദനയായാലും ഇത് കൃപാസനത്തിൽ നിന്ന് അനേകം മക്കൾ 50 വയസ്സുള്ളവർ വരെ കല്യാണം കഴിച്ച് സാക്ഷ്യമായി പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, ആശ്രയിക്കുക, കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, 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 ജീവിത പങ്കാളി ലഭിക്കാത്ത പല കാരണങ്ങൾ കൊണ്ട് പണവും ആരോഗ്യവും സൗന്ദര്യവും സൗകര്യവും സാഹചര്യവും ഒത്തിണങ്ങാത്ത കാരണം ജീവിത പങ്കാളിയെ കിട്ടാത്ത എല്ലാവരെയും ഈ ആരാധനയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുനാമത്തിലെ ജീവിത പങ്കാളികളെ ലഭിക്കുവാൻ ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരും നമ്മുടെ ഒപ്പമില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പം തന്നെ ജീവിതം കുത്തഴിഞ്ഞ പുസ്തകം പോലെ കാറ്റത്ത് പറന്നു പോയ പേജുകൾ പോലെ ആയില്ലേ? ഇതെങ്ങനെയാണ് രണ്ടാമതൊന്ന് സ്വരുക്കൂട്ടി എടുക്കുന്നത്? എങ്ങനെയാണ് സ്വരുക്കൂട്ടി എടുത്തിട്ട് വീണ്ടും പഴയതുപോലെ അവസ്ഥ, പിന്നെ പഴയതുപോലെ അവസ്ഥയിലാകുമോ എന്ന് പോലും സംശയമുള്ളവരുണ്ടാകും. ഞാൻ കർത്താവിൻ്റെ കാര്യം ഓർക്കും, എപ്പോഴും പറയുക, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ എന്തെന്നാണ് പറയണത്? പുനരുദ്ധാനം എന്നാണ് പറയണത്. അതുകൊണ്ടാണ്
പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ 3-ാം അധ്യായമില്ലേ, 3-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, കർത്താവിൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാനിപ്പോൾ പറയണതാണ്. അതായത് 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയേ, ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക. എന്താ കാര്യം? 3 ദിവസത്തിനുള്ളിൽ ഞാനത് പുനരുദ്ധരിക്കുമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവൻ്റെയൊക്കെ ജീവിതം അങ്ങനെയാണ്. ഏത് കൊറോണ വന്ന് തകർന്നരിപ്പണമായി കുത്തഴിഞ്ഞ പുസ്തകം പോലെ പേജ് ആകാശത്തേക്ക് പോയാലും ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലെങ്കിലും എൻ്റെ ദൈവമേ, നിൻ്റെ ദൈവം പുനരുദ്ധാനം ചെയ്തവനാണ്, പുനരുദ്ധരിച്ചവനാണ്. അവനെ തന്നെ പുനരുദ്ധരിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? നിന്നെയും എന്നെ പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, തകർന്ന കുടുംബങ്ങള്, തകർന്ന ജീവിതങ്ങള് യേശുവേ നിന്റെ നാമത്തിലെ ഇനി പുനരുദ്ധരിക്കത്തില്ലെന്ന് കർത്താവേ, നിരാശപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതം, ജോലി, വിവാഹം, കുഞ്ഞുങ്ങള്, ഭവന നിർമ്മാണങ്ങള്, എന്തെല്ലാം കാര്യങ്ങൾക്ക് മക്കള് മനസ്സില് അലച്ചിൽ വിചാരിക്കുന്നുണ്ടോ, യേശു നാമത്തിലെ അവരുടെ ജീവിതങ്ങള് ഈ നിമിഷം ഈ ആരാധനയാൽ പുനരുദ്ധരിക്കപ്പെടട്ടെ. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിത പങ്കാളിയെ കാണാത്തവരെ, ഇനി എന്ന് കാണുമെന്നറിയാൻ പാടില്ലാത്തവരെ, കുടുംബത്തിന് അപ്പനും ഇല്ല, അപ്പൻ്റെ സാന്നിധ്യമില്ല, അമ്മയുടെ സാന്നിധ്യം ഇല്ലാത്ത കാരണം പച്ച മലയാളത്തിൽ പഴയ ഭാഷയെ പറഞ്ഞാൽ പറന്തലായി പോയ കുടുംബങ്ങൾ എന്ന് വെച്ചാൽ അത്രയും കുത്തരിഞ്ഞു പോയവർ, മക്കൾ അവരുടെ നിവാസങ്ങൾ, അവരുടെ വഴികൾ, പഠനവുമില്ല, പ്രാർത്ഥനയുമില്ല, അനുസരണയുമില്ല, ഇങ്ങനെ ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല വിഷമിക്കുന്നവർ. അതിൻ്റെ വലിയ പ്രഷർ വന്നിട്ടുള്ള അമ്മമാരുണ്ട്, അതിനുവേണ്ടി ഒരു വലിവ് മാറാത്തവരുണ്ട്, അതുകൊണ്ട് നടുവേദന, ഇങ്ങനെ കുറേ സൈക്കോസൊമാറ്റിക് ഡിസീസസ്, മനസ്സ് തകർന്നിരിക്കണ കാരണം ശരീരത്തിന് രോഗം വിട്ടുമാറാത്തവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കയറിയവർ, അതിൻ്റെ പേര് ക്രിയാറ്റിൻ വന്നവർ, ഇങ്ങനെ കുറേ രോഗികൾ, എല്ലാവരെയും നമുക്ക് ഈ നിമിഷം കർത്താവിനെ ഏൽപ്പിക്കാം. അച്ചോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ജീവിതം തകർന്ന കാരണം, പരിപ്പണമായത് കാരണം, പ്രഷർ കയറി പല രോഗങ്ങളാൽ സമാധാനം ഇല്ലാത്തവര്, പ്രാർത്ഥിക്കാത്ത കുഞ്ഞുങ്ങളെ, പഠിക്കാത്ത കുഞ്ഞുങ്ങളെ, സ്വഭാവ ദൂഷ്യമുള്ള കുഞ്ഞുങ്ങളെ, ഈശോ പല ദുശ്ശീലങ്ങളിലെ അകപ്പെട്ട കുഞ്ഞുങ്ങൾ വിശുദ്ധമായ രക്തത്താൽ ആ കുടുംബങ്ങളെ തളിക്കണമേ. യേശുനാമത്തിലെ സമാധാനം ലഭിക്കട്ടെ. രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാം ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാം ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇവിടെ ഈശോ അപ്പോസ്തലന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതെല്ലാം നമുക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഈശോ അപ്പോസ്തലന്മാരെ ആശീർവദിച്ച് വിട്ടിട്ട് ഓരോ കുടുംബങ്ങളിലേക്കാണ് വിടുന്നത്. അതിലെന്നാ ഈശോ അവരോട് പറയണത്? നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാ മക്കളെ, നമ്മൾ സമാധാനം ഒരു വിഷയമാണല്ലേ. അമ്മായിയമ്മ മക്കളും തമ്മിൽ വഴക്കുള്ളവരുണ്ട്, മക്കളും തമ്മിൽ വഴക്കുള്ളവരുണ്ട്, അയൽവാസികൾ തമ്മിൽ വഴക്കുള്ളവരുണ്ട്, ജോലി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പാര വെക്കുന്നവർ, സൂചി വെക്കുന്നവരുണ്ട്, നമ്മളെ അല്പം ഒന്ന് വളർന്നു കഴിഞ്ഞാൽ അസൂയയോടെ നമ്മളെ കള്ളക്കേസ് കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെ പിശാസിൻ്റെയും പാമ്പിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ സമാധാനം ഉണ്ടാകും?
അപ്പോൾ ഈ ലോകത്തെ പിശാച് നിലനിൽക്കുന്ന കാരണം സമാധാനം മനുഷ്യൻ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പിശാചിനെ വെന്നവൻ പറയണത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പോകണം, എന്നിട്ട് സമാധാനം ആശംസിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന വാക്കെന്താണെന്നറിയാവോ? അവർ സമാധാനം ആശംസിച്ച് തിരിച്ചു വരുമ്പോൾ ഈശോ വാക്ക് പറയും, എന്താണ്? സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗ്ഗം നിബന്ധിക്കണത് ഞാൻ കണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാര്യം ഒരു കുടുംബത്തിൽ സമാധാനം കിട്ടാത്ത കാര്യം എന്താണ്? സാത്താൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഒന്നെങ്കിൽ കുശുമ്പായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അസൂയയായിട്ടുണ്ടാകും, അല്ലെങ്കിൽ പരദൂഷണമായിട്ടുണ്ടാകും. ഏതെങ്കിലും വിധത്തിൽ സാത്താൻ്റെ ഒരു അരൂപി അവിടെ ഉണ്ടാകും. അപ്പോഴാണ് സമാധാനം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിന് സമാധാനം ആശംസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്ന് സാത്താൻ്റെ ശക്തികളെ ശാസിച്ച് ബന്ധിക്കുന്നതിനർത്ഥം. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിൽ കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കുന്ന സാത്താൻ്റെ ശക്തികളെ ബന്ധിക്കാൻ പകരം ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നത കർത്താവ് നീ കൽപ്പിച്ചിട്ട് കർത്താവേ, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കണം കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ നീ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. കർത്താവിന്റെ പൗരോഹിത്യത്തിന്റെ പരമാധികാരത്താൽ സഭയിലുള്ള അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ യേശു നാമത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് സാത്താന്റെ ശക്തികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്ന ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, മുട്ടേ നീക്കുക. നിങ്ങൾ ലോകത്തെ ഏത് ഭാഗത്തായാലും ഇപ്പോൾ മുട്ടേ നീക്കണം. ആശീർവാദത്തിൻ്റെ സമയമാണ്. കൈ നെഞ്ചിൽ ചാർത്തി ചേർത്ത് ശിരസ് നമിച്ച്, കർത്താവ് ഈ നിമിഷം നീ ഓസ്ട്രേലിയ ആയാലും നീ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിലായാലും ഈ നിമിഷം കർത്താവ് നീ ആശീർവദിക്കപ്പെടുന്ന സമയമാണ്. നിൻ്റെ സങ്കടങ്ങൾ കണ്ണുനീര് കർത്താവിനെ ഏൽപ്പിക്കുക. ഇപ്പോഴേ കർത്താവ് ഈ ആശീർവാദം കഴിയുമ്പോഴേ എൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കൃപാസന അമ്മയുടെ അടുത്തു നിന്നാണ്, മധ്യസ്ഥതയിൽ നിന്നാണ് ഈ ആശീർവാദം എനിക്ക് ലഭിക്കണം. നീ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ ശിരസ് നമിച്ച് നിൻ്റെ സങ്കടങ്ങൾ ഓർത്ത്, അച്ഛൻ ഏതെങ്കിലും വിഷയം നിൻ്റെ വിട്ടുപോയിട്ട് ദൈവവേദന വിഷമിക്കരുത്. നീ അതിപ്പോൾ ഈശോനെ ഏൽപ്പിക്കുക. ഓൺലൈൻ ഉടമ്പടി ഇനിയും ചെയ്യാത്തവരെ എത്രയും വേഗം ചെയ്യാൻ വേണ്ടി കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. കൃപാസനം marianShrine.com പ്രവേശിക്കുക. എല്ലാ ദിവസവും 5 മണിക്ക് മാതാവിൻ്റെ വണക്കമാസം നടത്തുകയാണ്. 5 മണിക്ക് ഇന്ന് വീണ്ടും ഈ ചാനലിൽ പരിശുദ്ധമ്മയുടെ വണക്കമാസം 1.5 മണിക്കൂർ സമ്പൂർണ്ണമായ പുരാതനമായ വണക്കമാസമാണ് നമ്മൾ നടത്തുന്നത്. അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് ഉടമ്പടി ധ്യാനം എല്ലാ തിങ്കളാഴ്ചയും 11:30 മണിക്ക്. ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കുക സന്തോഷത്തോടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ ആവേ